കൂട്ടുകാരെ, ഇന്ന് കുറച്ച് തേൻവരിക്ക ചക്ക നന്നാക്കി വൃത്തിയാക്കണം. എന്നിട്ട് നമുക്കൊരു കുരുഞ്ചോളയൊക്കെ കളഞ്ഞ് കുരും ചവണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചക്കട ഉണ്ടാക്കാം. ഹായ്, നല്ല തേൻവരിക്ക ചക്ക. അരിഞ്ഞു വച്ചിരിക്കുന്ന ആ ചക്കയില്ലേ, നമ്മൾ നേരത്തെ വലിയ ചക്ക, അത് കുക്കറിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ 3 വിസിലടിപ്പിക്കാൻ പോകും. 3 വിസിലടിപ്പിച്ചിട്ട് നമുക്ക് നോക്കാം. ഉരുളി അടപ്പത്ത് വെച്ച് ചൂടായി, അതിനകത്തേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കണം. ഇതിന് ഉരുളിയിൽ കിടന്ന് വറ്റി, വെള്ളമൊക്കെ വറ്റി പാകമാകട്ടെ. അതെ, വെന്ത് പാകമായി വന്നുകൊണ്ടിരിക്കുക. വരണ്ട് പാകമായി വരണം. അതിലേക്ക് നമ്മൾ ചുക്കും ഏലക്കായും പൊടിച്ച പൊടിയില്ലേ, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു മണം സ്വാദും ചുക്കേലക്കായും ചെല്ലുമ്പോൾ മണം സ്വാദം മാത്രമല്ല വയറിനും നല്ലതാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി കൊണ്ട് യോജിച്ച് പാകാവട്ടെ. ചക്ക വരണ്ട് പാകായി കണ്ട, വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ടുണ്ട്. അതിൽ നിന്ന് അട ഉണ്ടാക്കാനായിട്ട് കുറച്ച് തണുക്കാൻ വയ്ക്കാം. പെട്ടെന്ന് നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ച് തണുക്കാം. ഒന്ന് തണുക്കട്ടെ. നമ്മൾ വരട്ടിയ ചക്ക കുറച്ചെടുത്ത് ചൂടാറിയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിടും. പിന്നെ പാകത്തിന് ആ ചക്കയ്ക്ക് അനുസരിച്ചുള്ള പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചക്കട ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. ഇവിടെ എടനല എന്ന് പറഞ്ഞ ഈ ഇലയിലാണ് ചക്കട ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പലരും ഉണ്ടാക്കി കാണും. അട ഉണ്ടാക്കാം. ഉണ്ടോ ചക്കട? അങ്ങനെ ഓരോന്നുണ്ടാക്കി വെച്ച് കൊടുക്കാം. കഴിഞ്ഞത് നമ്മൾ ഇഡലി പാത്രത്തിലെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് 10-20 മിനിറ്റ് വരെ ഒന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ ചക്കട വെന്ത് പാകമായി. ആവി വറക്കണ ചക്കട, അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഉണ്ടാ. ചക്കട നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ആറട്ടെ. നോക്കിയേ, നമ്മുടെ വീട്ടിലെ പലാവിൻ്റെ സാധന
ചൂടോടെ തിന്നാം. ചൂടില്ലേ? പിള്ളേരെ